കായിക വിനോദങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണല്ലോ കൊച്ചി. കൊച്ചിയിലെ കായിക വിനോദങ്ങളിലേക്ക് ഒരു ഇനവും കൂടിയും കൂട്ടിച്ചേർക്കപ്പെടുകയാണ് സോപ്പി ഫുട്ബോൾ. കൊച്ചിയിൽ ഇത് ആദ്യമായിട്ട് സോപ്പി ഫുട്ബോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കടവന്ത്രയിലാണ് ഈ സോപ്പി ഫുട്ബോൾ തുടക്കം വിട്ടിരിക്കുന്നത്. ഏകദേശം 11 പേർക്കോളം ഇവിടെ വന്ന് തെന്നി ഫുട്ബോൾ കളിക്കുക. വെള്ളത്തിൽ തെന്നി മറിഞ്ഞ് വീണ് ഗോൾ അടിച്ചുള്ള ആഘോഷങ്ങളിലാണ് ഇനി കൊച്ചി കാണാൻ പോകുന്നത്. എക്സ്പെക്ടേഷൻ ഉണ്ട്. ഓൾറെഡി ഇതിൽ 2-3 പേര് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷൻ ഭയങ്കര ത്രില്ഡ് ആയിട്ടാണ് കയറുന്നത്. ഭയങ്കര എക്സൈറ്റഡ്. നമസ്കാരം. ഇപ്പൊ എത്ര നാളെ ഈ ഒരു കലാപരിപാടി തുടങ്ങിയിട്ട്? കഴിഞ്ഞ ഡിസംബർ 25 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് 25 6 മന്ത് ആയി അല്ലേ? ഇത് ഇപ്പൊ കൊച്ചിയിൽ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ സോപ്പി ഫുട്ബോളിന്റെ ഇത് ആദ്യമായിട്ടും കേരളത്തിൽ രണ്ടാമതാണ്. കേരളത്തിൽ രണ്ടാമത്. ഇതിനും വേറെ എവിടെയുള്ള കണ്ണൂര് വന്നിട്ടുണ്ട്. കണ്ണൂര് വന്നത് ഇത് തന്നെ കിഡ്സിന്റെ ഒരു ചെറിയ ടൈപ്പാണ്. വലുതായിട്ടുള്ളത് ഇപ്പൊ ഏറ്റവും വലുതായിട്ടുള്ളത് ഈ ടർഫ് തന്നെയാണ്. ഇപ്പൊ കേരളത്തിലുള്ളതിൽ ഏറ്റവും വലിയ സോപ്പി ടർഫ് ഇതാണല്ലേ? ഇതിപ്പോ എങ്ങനെ സോപ്പി ടർഫിലേക്ക് ഒരു ആശയം എത്തി കയറുന്നത്? ഒരു വെറൈറ്റി എല്ലാവരും ഫുട്ബോൾ സ്നേഹിക്കുന്ന ആൾക്കാരെ പക്ഷേ ഒരു വെറൈറ്റി ചിന്തിച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല. ഫ്രണ്ട്സിനായിട്ട് പുറത്തൊക്കെ പോയിട്ട് നോക്കിയിട്ടുണ്ട്. ബാംഗ്ലൂർ, കോയമ്പത്തൂരൊക്കെ പോയി കളിച്ച് നോക്കിയപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നി. നമുക്ക് ഇവിടെ പറഞ്ഞാൽ ചെയ്താൽ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അവിടെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് ഇരുന്നത്. വീടുമുള്ള ഇഞ്ചുറിയും കാര്യങ്ങളും കുറയാനായിട്ട് അടിയിൽ അതിൻ്റെ സേഫ്റ്റിയും കാര്യങ്ങളും. അതാണ് ശരിക്കും ഇപ്പൊ എന്തായാലും സോപ്പി ഫുട്ബോളിൽ ആൾക്കാർ തെന്നി വീഴും. തെന്നി വീഴുമ്പോ അതിനുള്ള സേഫ്റ്റി എന്താണ് ശരിക്കും ഇവിടെ ഉള്ളത്? സേഫ്റ്റി അടിയിൽ ഞങ്ങൾ 3 പേര് ഫോം യൂസ് ചെയ്തിട്ടുണ്ട്. സൈഡില് കാര്യങ്ങളുണ്ട്, വ്യൂ ഫോമും കാര്യങ്ങളുണ്ട്. എൻ്റെ ഇടയിൽ ഷോക്ക് പാഡ് ഉണ്ട്, എൻ്റെ ഇടയിൽ സ്പോഞ്ച് ഉണ്ട്. 3 പേര് നമ്മൾ നടക്കാൻ നേരത്ത് മാക്സിമം നല്ല സ്ട്രോങ് ആണെങ്കിലും അത് വീഴാൻ നേരത്ത് അത് അത്ര ഇതായിട്ട് കിട്ടൂല. പിന്നെ എല്ലാവർക്കും ഹെൽമെറ്റ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ തല കൂട്ടിയിടിക്കാണ്ടിരിക്കണം. വീഴുന്ന ഇതിനകത്ത് വീഴുന്നതിൻ്റെ അല്ല, കൂട്ടിയിടിക്കരുത്. ഹെൽമെറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ കയ്യിൽ റിസ്ക് ബാൻഡ് കൊടുക്കുന്നുണ്ട്. 6 മന്ത്സുകൾ ഇവരായിട്ടും ഇഞ്ചോർഡ് ആയിട്ട് ആരും ഇല്ല. ഇത് മാത്രമേ ഇനി ഉള്ളൂ അതോ വേറെ എന്തെങ്കിലുമൊക്കെ ഗെയിംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? 2 ഗെയിംസോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം മഴ കാരണം അതിൻ്റെ കൺസെഷൻ ക്ലിയർ ആയിട്ടില്ല. ഏതൊക്കെയാ ഗെയിംസ്? അത് കമ്പനിയായിട്ട് തന്നെ ഞങ്ങൾ എന്നിട്ട് വീഡിയോ ആയിട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട്. സർപ്രൈസ് ആണ്. ഓക്കെ, നമുക്ക് എക്സ്ക്ലൂസീവ് തരില്ല, സർപ്രൈസ് ആയിട്ട് ലോഞ്ച് ചെയ്യുള്ളൂ. ഓക്കെ, ഇതിപ്പോ എങ്ങനെയായിട്ട് അവിടുത്തെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്? ഡേറ്റ് വരുന്നത് മൺഡേ ടു ഫ്രൈഡേ. വർക്കിംഗ് ഡേയ്സിൽ വരുന്നത് 1750 വരുന്നത്. എത്ര ഒരു 11 പേര്? 12 പേരാണ് മാക്സിമം. അതായത് 10 പ്ലേയേഴ്സ്, 2 സബ്സ്റ്റിറ്റ്യൂട്ട്സ്. പൈസന്റെ കോട്ടാണ്. ആൾക്കാർ കൂടുതൽ കയറാം. പിന്നെ കൂടുതൽ പേരിലേക്ക് കയറാം. പക്ഷെ അത്ര ഇഞ്ചോർഡ് ആക്സിഡൻസ് ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് കൂടുതൽ 10 പേരെ അകത്ത് മറ്റേ വൺ ടൈം ഗെയിമിൽ അനുവദിക്കും. 10 പേർക്ക് മാക്സിമം ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാനുള്ള നല്ല ഗ്യാപ്പ് ഇട്ട് ഫ്രീ ആയിട്ട് കളിക്കാം. ഇപ്പോൾ ഇതിന്റെ ശരിക്കും കയറുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ് കൊടുക്കുന്നത്? നേരെ ഗേറ്റ് വേണോ? ഇല്ല, വീടുമ്പോൾ നമ്മൾ പറയും ക്ലാസ് എടുത്തിട്ടാ ഗേറ്റ്. പക്ഷേ ഫണ്ടിന് വേണ്ടിയുള്ള ഇതാണ്. നമുക്ക് വീഴാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ എത്രയും നോക്കാൻ പറ്റും അത്ര നോക്കുക എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ചിന്തയിൽ വരില്ല. അപ്പം അങ്ങനെ ഫണ്ണായിട്ട്. പിന്നെ അങ്ങാടികളൊക്കെ ആരും തള്ളരിക്കും എന്നൊക്കെ പറയും. നമ്മൾ സ്വന്തമായിട്ട് വീഴുണ്ടെങ്കിൽ ഒരാൾ വന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തള്ളിയിരുന്നതും 2 രീതിയിലാണ്. ആദ്യം ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിട്ടാണ് ഉള്ളിൽ കയറ്റുന്നത്. കയ്യും കാലൊക്കെ ഒടിഞ്ഞെന്ന് തോന്നുന്നു. അടിപൊളിയായിരുന്നു. ഭയങ്കര എൻജോയ് ചെയ്തു. പറ്റിയോ? ഇല്ല, അവിടെ ചെറിയൊരു വേദന. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പർ എക്സ്പീരിയൻസ്. എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. ഡെയിലി ഇവിടെ വർക്കിംഗ് ആണോ അതോ വീക്കെൻഡ്സ് അങ്ങനെ? മോർണിംഗ് 6 o'clock to 9 o'clock വരെ. പിന്നെ അതിനുശേഷം 3 o'clock to നൈറ്റ് 10 o'clock വരെയാണ് സ്ലോട്ട്. ഓഫ്ലൈനും ബുക്ക് ചെയ്യാം, ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാം. നമുക്ക് ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട്, സ്ലിപ്പ് ആൻഡ് സ്ലൈഡ് കൊച്ചിൻ കൊണ്ട്. ഒഫീഷ്യലായിട്ട് Instagram വഴിയുണ്ട്. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ളവർ ഇൻസ്റ്റാഗ്രാമിലും കയറാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വെബ്സൈറ്റും ഉണ്ട്. മോർണിംഗ് 6 to 9 ഈവനിങ് 3 to 10. ഈ ഒരു ടൈം സ്ലോട്ട് ബുക്ക് ചെയ്യുക. നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് എക്സ്ട്രീം നമുക്ക് ഇവിടെ ആസ്വദിക്കാം. കാരണം സ്ലിപ്പ് ആൻഡ് സ്ലൈഡ് കേരളത്തിൽ ഏറ്റവും വലിയ ഒരു സോപ്പി ടർഫാണിത്. സോപ്പുകളല്ലേ ഈ കണ്ണിൽ കയറി കഴിഞ്ഞാൽ? ഇല്ല, കണ്ണിലും കാര്യങ്ങളൊന്നും. ഇത് സോപ്പല്ല, ഇത് സ്ലൈഡിങ്ങിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു ലോഷനാണ്. അലർജിക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവരുതല്ല. ചിലർക്ക് സോപ്പ് അലർജീസ് ഒക്കെ അതിൻ്റെ ഇഷ്യൂസ് വരാണ്ടിരിക്കാനായിട്ട്. ഈ കോലത്തിലാണ് ഞാൻ ഇതിനകത്തോട്ട് കയറുന്നത്.
നമുക്ക് ടീഷർട്ട് ഇല്ല, അതുകൊണ്ട് ഹാഫ് നേക്കഡ് ആയിട്ടാണ് ഇവർ നമ്മളെ കയറ്റുന്നത് കേട്ടോ. കേറിക്കോട്ടെ. ന്യൂഡിറ്റിക്ക് അടിച്ചു തരല്ലേ? അതെ, ന്യൂഡിറ്റിക്ക് കോപ്പറേറ്റ് അടിക്കരുത്. കളിച്ചു നോക്കിയുള്ളൂ. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ വരുന്നവർ ശ്രദ്ധിക്കുക, ടീഷർട്ട് ഷോർട്സും കൊണ്ടുവന്നാൽ ഇതുപോലെ കളിക്കാതെ ഡ്രസ്സ് ഇട്ട് കളിക്കാം. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊച്ചിയിൽ ഇപ്പോൾ സോപ്പി ഫുട്ബോൾ കളിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്പോട്ടാണ് കടവന്ത്ര ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഈ ലൊക്കേഷൻ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും. സ്ലിപ്പി സ്ലൈഡ്, വണ്ടർഫുൾ എക്സ്പീരിയൻസ്.